വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കുകയും നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്യാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശംസു കുവ്വിറത്. ഇദശംസു കുവ്വിറത്. ഇത എന്നാണുള്ളത് കൂട്ടി വായിക്കുമ്പോൾ ശേഷമുള്ളത് നമ്മൾ ഉച്ചരിക്കുന്ന അടുത്ത അക്ഷരം, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഇത എന്നതിന് ശേഷം ശബ്ദോ സുക്കൂനോ വന്നാൽ, ഉച്ചരിക്കുന്ന അക്ഷരത്തിന് ശബ്ദോ സുക്കൂനോ വന്നാൽ അവിടെ ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഇതാൽ നോക്കൂല, ഇതൽ അവിടെ നീട്ടൽ ഒഴിവാകുന്നതാണ്. അത് ഈ ആയത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ശംസ് എന്ന് പറയരുത്, ശബ്ദോ സുക്കൂന വന്നു. ഇവിടെ ഇതാ എന്നതിന് ശേഷം ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കൂല. ആ ചിഹ്നമുള്ള അലിഫുകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതൊന്നും പറയേണ്ടതില്ല, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ലാമാണ്, ലാമിന് ഫത്ത് കസറൊന്നുമില്ല, അപ്പോൾ പിന്നെ ലാമും ഒഴിവാക്കുക. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമിന് സുക്കൂനോട് കൂടെ പറയാം. ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ പിന്നെ സുക്കൂൻ ഉണ്ടെങ്കിൽ സുക്കൂനോട് കൂടി പറയാ, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. എന്നിട്ട് അടുത്ത അക്ഷരം പറയാം. അടുത്ത അക്ഷരത്തിന് ഷീനാണ്, ഷീന് ഷദ്ദാണുള്ളത്. ഷദ്ദോ ഉച്ചരിക്കുന്ന അക്ഷരം, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഇനി അടുത്ത അക്ഷരം ഏതാണോ ഉച്ചരിക്കുന്നത് അതിന് സുക്കൂൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷദ്ദുണ്ടെങ്കിൽ ഇവിടെ നീട്ടുകയില്ല. ഇതാ എന്നത് നീട്ടുകയില്ല. അപ്പൊ ഷദ്ദുണ്ടായതുകൊണ്ട് നീട്ടൂല. ഇദശംസു കുവ്വിറത് وإذا النجوم انكدرت. وإذا എന്ന് വന്നു, അവിടെ ശബ്ദം വന്നു, അതുകൊണ്ട് നീട്ടുകയില്ല. വഇദന്നു ശബ്ദമുള്ള നൂനാണ്. ശബ്ദമുള്ള നൂനും മീമും എന്ത് ചെയ്യണം? മണിക്കേണ്ടതാണ് മക്കളെ. ശബ്ദമുള്ള നൂന് മീം ഇതൊക്കെ എവിടെ കണ്ടാലും എന്ത് ചെയ്യുക? ഒന്ന് മണിക്കുക. മണിക്കലിങ്ങനെ വരാം. വഇദൻ നുജൂമു ഇൻകദറത്. മുൻകദറത് നുജൂമുൻകദറത്. ഇതിൻ്റെ അടിയിൽ ഹംസത്തുൽ വസ്ൽ വന്നു. ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്യൂല? ഉച്ചരിക്കുകയില്ല. വഇദൽ അവിടെ ശബ്ദല്ല സുക്കൂനാണുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദോ സുക്കൂനോ വന്നാൽ നീട്ടുകയില്ല. വഇദാൽ എന്ന് പറയില്ല. വഇദൽ ജിബാലു സുയ്യിറത്. وإذا العشار عطلت. وإذا العشار عطلت. وإذا الوحوش حشرت. وإذا الوحوش. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ കിട്ടുന്ന വാക്കുകളാണ്. വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നതാണ്. മനോഹരമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. മനോഹരം എന്ന് പറയുമ്പോൾ നല്ല ഈണത്തിൽ, അതതിൻ്റെ മറ്റൊരു വശമാണ്. ഈണം നമ്മൾ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പുറമെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വഇദൽ വുഹൂശു ഹുശിറത്. കൂടെ ഇങ്ങനെ ഓതണം. എവിടെയെങ്കിലും പിന്നെ പിഴവ് വരുന്നുണ്ടെങ്കിൽ, ശരിയല്ലാതാവുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ശരിയാക്കുക. അതിനെന്ത് ചെയ്യുക? ആദ്യം ഒന്ന് ഓതി നോക്കുക. നമ്മൾ ഓതുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഓതി നോക്കുക, എന്നിട്ട് ബാക്കി നോക്കുക. വഇദൽ ബിഹാറു സുജ്ജിറത്. وإذا البحار سجرت. وإذا النفوس زوجت. وإذا النفوس. وإذا النفوس زوجت. Next. وإذا لا പറ്റോ? ഇല്ല. وإذا മൗഊദതു.
എന്ന് പറഞ്ഞു. ശേഷമുള്ളത് ഉ എന്ന് നീട്ടാനുണ്ട്. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ബിഅയ്യി ദം, അവിടെ നൂനിന്റെ മുകളിൽ മീമുണ്ട്. വദീനം നൂനിന്റെ പകരം മീമ് പറയുക. ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദ സ്സുഹുഫു നുശിറത്. വഇദ സ്സുഹുഫു, സുഹുഹു അത് സുക്കൂനാകാൻ സാധ്യതയുണ്ട്. വഇദ സ്സുഹുഫു നുശിറത് വഇദ സ്സമാഉ കുശിതത്. വഇദ സ്സമാഉ കുശിതത്. കുശിത, കുശിതത്. ഒന്ന് ത, മറ്റൊന്ന് ത. وإذا السماء كشطت وإذا الجحيم سعرت. سعرت عينان. وإذا الجحيم سعرت وإذا الجنة أزلفت. وإذا الجنة أزلفت علمت نفس ما أحضرت. അലിമത്, അലിമത്ത് എന്നല്ല, ആന്നല്ല. ആന്ന് പറയുമ്പം നമ്മുടെ തൊണ്ടയുടെ കഴുത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ് വരേണ്ടത്. ആ എന്ന് അടി. പിന്നെ ഇവിടെ ഐനാണ്. ഐൻ എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടത്. അലിമത്, അലിമത്ത് അല്ല, അലിമത്. അലിമത് നഫ്സും മാ, ശബ്ദമുള്ള മീമാണ്. ശബ്ദമുള്ള മീം മണിക്കണം. പിന്നെ പോരാത്ത നീട്ടുകയും ചെയ്യണം. അപ്പോൾ ആദ്യം മണിക്കുക, എന്നിട്ട് നീട്ടുക. അലിമത് നഫ്സും മാ അഹ്ളറത് ഫലാ, അവിടെയും എന്തുണ്ട്? മദ്ദിന്റെ ചിഹ്നമുണ്ട്. അപ്പൊ നീട്ടുക. ഫലാ ഉഖ്സിമു, ഉഖ്സിമു, ഉഖ്സിമു ബിൽ ഖുന്നസ്. ശബ്ദമുള്ള നൂനാണ്. അത് നമ്മൾ മണിക്കന്നെ വേണം. ബിൽ, ബാൽ എന്ന് വായിക്കരുത്, ബിൽ. കാരണം ബി കഴിഞ്ഞതിന് ശേഷം ഒരു അലിഫാണ്. അലിഫിന്റെ മുകളിൽ എന്തുണ്ട്? ചിഹ്നമുണ്ട്. അതെന്ത് ചെയ്യൂല? ഉച്ചരിക്കൂല. ബിൽ, ബിൽ ഖുന്നസ്. ഇനി അടുത്ത് ആ എന്ന് വായിക്കണ്ടേ കേട്ടോ. അലിഫുൽ ലാമും തുടക്കത്തിൽ വന്ന അവിടെ ആ എന്ന് വായിക്കണ്ടേ. അൽ, അൽ ജവാരിൽ കുന്നസ്. ശബ്ദമുള്ള നൂന്. വല്ലൈലി ഇദാ അസ്അസ്. ഇദാ, അവിടെ ശേഷമുള്ളത് സുക്കൂനുണ്ടോ? അല്ല, ഐനാണ്. ഐന് ഫത്ഹാണ്. അപ്പൊ ഇദാ നീട്ടണം. ഇദാ അസ്അസ് വസ്സുബ്ഹി, വസ്സുബ്, വസ്സുബ്ഹി ഇദാ തനഫസ്. ഇന്നഹു, അവിടെ ചെറിയൊരു നീട്ടൽ നീട്ടാം. മണിക്ക എന്നതിന് ശേഷം ഹു എന്നുള്ളത് നീട്ടുക. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അടുത്ത ദി, ദി ഖുവ്വത്തിൻ ഇൻദ ദിൽ. ദിൽ നോക്കൂല. ഇൻദ ദിൽ അർശി മക്കീൻ. ദിൽ അർശി മക്കീൻ. ദി എന്നാണുള്ളത്. ശേഷമുള്ള സുക്കൂനാണ്, നീട്ടുകയില്ല. ദിൽ മുത്താഇൻ സമ്മ അമീൻ. അവിടെ മീമിന് തുടക്കത്തിൽ ശബ്ദമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കേണ്ടതില്ല. മുത്താഇൻ സമ്മ അമീൻ. വമാ സാഹിബുകും ബിമജ്നൂൻ ولقد رآه بالأفق المبين. أفق. ولقد رآه بالأفق المبين وما هو على الغيب بضنين
وما هو بقول شيطان رجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم لمن എന്ന് വ്യക്തമാക്കാതെ لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين وما تشاءون إلا أن يشاء الله رب العالمين ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഓതി നോക്കാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, പിന്നെ പ്രത്യേകിച്ച് മുതിർന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖത്മുൽ ഖുർആനോട് കൂടെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിയമങ്ങൾ പഠിച്ചുകൊണ്ടും ഏത് വലിയ പ്രായമുള്ള ആളുകൾ വരെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റിയ ചെറിയ രൂപത്തിലുള്ള വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ ഖത്മ് തീർക്കുകയും ചെയ്യാം, നമുക്ക് പഠിക്കുകയും ചെയ്യാം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, കേട്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഡിയോകളൊക്കെ ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുള്ളൂ. വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ വേറെ നടക്കുന്നുണ്ട്. അതിലൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകരിക്കുമെങ്കിലൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുകാർക്ക് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعيرت وإذا الجنة أزلفت علمت نفس ما أحضرت فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين
وما هو على الغيب بضنين وما هو بقول شيطان رجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين صدق الله അല്ലാഹു സുബ്ഹാനഹു വതആല മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ പഠിക്കാനും അതിനുള്ള കഴിവും അതിനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നല്ല ഹിഫ്ളും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ സ്വാലിഹീങ്ങളിൽ അവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയതിനൊക്കെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർ അവരൊക്കെ ഖബറിലേക്ക് അല്ലാഹു തആല ഇതിനൊക്കെ മിസ്ൽ സവാബിനെ എത്തിച്ച് അവർക്ക് ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അവർക്കും ഇത് ഈ ഒരു ഖിറാഅത്ത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്ക് വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമായി ഇതിനെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.